കൃഷി മാസ്റ്ററിൻ്റെ പുതിയൊരു ലക്കത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഒരു അടുക്കളത്തോട്ടം ഉണ്ടെങ്കിൽ നാം നേരിടുന്ന പ്രധാന വെല്ലുവിളികളിൽ ഒന്നാണ് ചെടികളുടെ ഇലകളിൽ കാണുന്ന ഇതേപോലെയുള്ള കറുത്തതോ തവിട്ട് നിറത്തിലുള്ളതോ ആയ പാടുകൾ. അതായത് കൃഷി ചാനലിൽ എപ്പോഴും നമ്മൾ കേൾക്കാറുള്ള ഇലപ്പുള്ളി രോഗം. ഇത് നമ്മുടെ ചെടികളുടെ വളർച്ചയെയും വിളവിനെയും കാര്യമായി ബാധിക്കും. ഈ ഒരു രോഗത്തെ എങ്ങനെ നമുക്ക് തിരിച്ചറിയാമെന്നും ഇതിനുള്ള ഫലപ്രദമായ ജൈവ കീടനാശിനികൾ ഏതൊക്കെയാണ് എന്നും എങ്ങനെ നമ്മുടെ ചെടികളെ ഇലപ്പുള്ളി രോഗത്തിൽ നിന്ന് രക്ഷിച്ചെടുക്കാൻ പറ്റുമെന്നുള്ളതാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. വീഡിയോ നിങ്ങൾ മുഴുവനായും കാണാൻ ശ്രമിക്കുമല്ലോ. ഈ രോഗത്തിൻ്റെ തുടക്കത്തിൽ ഇലകളുടെ അടിഭാഗത്തോ മുകളിലോ ചെറിയ നനഞ്ഞ പാടുകളായിട്ടായിരിക്കും ഇത് കാണപ്പെടുക. അങ്ങനെ കാണുമ്പോൾ നമ്മളത് കാര്യമായി ശ്രദ്ധിക്കാറില്ല. ക്രമേണ തവിട്ട് നിറത്തിലോ കറുപ്പ് നിറത്തിലോ ആയുള്ള വലിയ പുള്ളികളായി ഇത് മാറും. രോഗം കൂടുന്നതോടെ ഇലകൾ മഞ്ഞ നിറമായി ചെടി തന്നെ ഉണങ്ങിപ്പോവുകയും ചെയ്യും. ഇത്തരം രോഗങ്ങൾ വരാറുള്ളത് സാധാരണയായി മഴക്കാലത്താണ്. അല്ലെങ്കിൽ പിന്നെ അമിതമായ നന കൊടുക്കുന്നത് മൂലവും പോഷകക്കുറവ് കൊണ്ടും ഇലപ്പുള്ളി രോഗം വരാറുണ്ട്. അതേപോലെ തന്നെ ചെടികൾ അടുപ്പിച്ച് നടുമ്പോൾ തിങ്ങി നിറഞ്ഞ് ശാഖകളിൽ കാറ്റും വെളിച്ചവും കിട്ടാതെ വരുമ്പോഴും ഇലപ്പുള്ളി രോഗം വരാറുണ്ട്. ഇലപ്പുള്ളി രോഗം സാധാരണയായി കണ്ടുവരാറുള്ളത് മുളക്, ചീര, വെണ്ട, ഇഞ്ചി, വാഴ, പിന്നെ വെള്ളരി വർഗ്ഗ ചെടികളായ വെള്ളരി, പാവല്, പടവലം, മത്തൻ, കുമ്പളം തുടങ്ങിയവയെല്ലാം ഈ രോഗത്തിന് ഇരയാകാറുണ്ട്. ഇത്തരം രോഗങ്ങൾക്ക് ജൈവ രീതിയിൽ കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും മികച്ച മാർഗം സ്യൂഡോമോണസ് തളിച്ചു കൊടുക്കുക എന്നതാണ്. 1 ലിറ്റർ വെള്ളത്തിൽ 20 ഗ്രാം സ്യൂഡോമോണസ് കലക്കി ഇലകളുടെ അടിയിലും മുകളിലും നല്ല പോലെ ആകുന്ന പോലെ തളിച്ചു കൊടുക്കുക. ഇത് ആഴ്ചയിൽ ഒരിക്കൽ രോഗമുള്ള ചെടികൾക്കും ഇനി രോഗം വരാതിരിക്കാനും തളിച്ചു കൊടുക്കാവുന്നതാണ്. രോഗത്തെ പ്രതിരോധിക്കാനുള്ള മറ്റൊരു മാർഗം നമ്മുടെ അടുക്കളയിലുള്ള 1-2 സാധനങ്ങൾ വെച്ചുകൊണ്ടാണ്. അതിന് വേണ്ടത് 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 ടീസ്പൂൺ വേപ്പെണ്ണയും അല്പം സോപ്പ് ലായനിയും 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുന്നതും ഫലപ്രദമാണ്. മൂന്നാമതായി സിമ്പിളായ മറ്റൊരു മാർഗം കൂടിയുണ്ട്. മഞ്ഞൾപ്പൊടിയും പാൽക്കായവും കലർത്തിയ ലായനി തളിച്ചു കൊടുക്കുന്നതും കുമിൾ രോഗത്തെ നിയന്ത്രിക്കാൻ സഹായിക്കുന്നതാണ്. ഇതുകൂടാതെ രാസകീടനാശിനികളുമുണ്ട്. രാസകീടനാശിനിയെ ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നില്ല. അതായത് നമ്മൾ വിഷമയമില്ലാത്ത പച്ചക്കറികൾ കഴിക്കാനാണല്ലോ ഇതൊക്കെ നട്ടുപിടിപ്പിക്കുന്നത്. അതിൽ തീർച്ചയായും ജൈവമാർഗങ്ങൾ മാത്രം ഉപയോഗിച്ചാൽ മതി. ഇത്തരം രോഗങ്ങൾക്ക് കൃത്യമായുള്ള പരിചരണവും സ്യൂഡോമോണസ് പോലുള്ള ജൈവ വളങ്ങളും ഉപയോഗിച്ചാൽ തന്നെ ഇലപ്പുള്ളി രോഗത്തെ നമുക്ക് എളുപ്പത്തിൽ മാറ്റിയെടുക്കാവുന്നതാണ്. ഈ ഒരു അറിവ് നിങ്ങൾക്ക് ഉപകരിക്കുമെന്ന് കരുതട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കൃഷിയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ സംശയങ്ങൾക്ക് കമൻറ്റിലൂടെ മറുപടി തരുന്നതാണ്. ഇനി മറ്റൊരു കൃഷി ടിപ്സുമായി വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.